പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നലെ നമ്മുടെ അഖണ്ഡ ജപമാല അഭിഷേകത്തോടു കൂടി നമ്മൾ പൂർത്തിയാക്കി. രാവിലെ 6:30 വിശുദ്ധ കുർബാനയോടുകൂടി ആരംഭിച്ചു. വൈകിട്ട് 8 മണിക്ക് പൊതു ആരാധനയോടുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ആരാധന, നമ്മുടെ അഖണ്ഡ ജപമാല സമാപിച്ചു. കുറേ പേരൊക്കെ വന്നിരുന്നു. എന്നാലും എനിക്കൊരു സങ്കടമുള്ളത്, ഈ മക്കൾക്ക് വേണ്ടി ഇടയ്ക്കൊക്കെ ഇവിടെ നമ്മുടെ ഈ കൂട്ടായ്മയോട് ചേർന്നാണ് ഇവിടെ ആരാധനയും ജപമാലയൊക്കെ വയ്ക്കുന്നത്. നിങ്ങൾ മാക്സിമം ആളുകൾ വരണം. ഇവിടെ വന്ന് ഞാൻ എത്ര വട്ടം ഞാൻ പറഞ്ഞു, കുറച്ച് പേരൊക്കെ വന്നു. ഞാൻ പറഞ്ഞു അതൊരു വിഷമമുള്ള കാര്യമാണ്. നിങ്ങൾ അതിനൊക്കെ പ്രാധാന്യം കൊടുക്കുക. മറ്റു പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പെരുന്നാൾ ആഘോഷിക്കുന്നു, വെടിക്കെട്ട്, മറ്റു കാര്യങ്ങൾ. അതിനേക്കാളും എല്ലാം ഉപരിയായിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. നമ്മൾ ഈ ശുശ്രൂഷ മക്കൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുപോലെ വില കൊടുത്ത് സമയം കണ്ടെത്തി കർത്താവ് നൽകുന്ന സമയമാണ്. അത് നമ്മൾ അർത്ഥം മനസ്സിലാക്കി ഒരുമിച്ച് വരണം. വളരെ കുറച്ച് പേരാണ് ഞാൻ നമ്മുടെ കൂട്ടായ്മ കണ്ടുള്ളൂ. അതൊരു സങ്കടമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, ഞാൻ അദ്ദേഹം പറയാനുള്ളൂ. ഇവിടെ പറയാൻ പക്ഷെ ഒരു 10,000 പേരെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് വിട്ടിട്ടുണ്ട്. മക്കൾ ആ പ്രശ്നം, എന്തെല്ലാം പ്രശ്നം, എൻ്റെ പൊന്നു ചങ്ങാതിമാര്, എന്തെല്ലാം പ്രശ്നം, മക്കളുടെ ആ പ്രശ്നം, ഈ പ്രശ്നം, അത് ഇത് ഒത്തിരി പ്രശ്നങ്ങളാണ്. പക്ഷെ പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവികാനുസ്ഥാനത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ മാത്രം കൂടി വന്ന ഒരു ഞങ്ങളുടെ കൂട്ടായ്മ ഒഴിച്ചാൽ 25 പേരെങ്ങാനും വന്നിട്ടുണ്ടോ എന്ന് തോന്നിയ സംശയം. അതുകൊണ്ട് ഇതൊരു വിഷമമുള്ള കാര്യമാണ്. നിങ്ങൾ ഇങ്ങനൊരു ഇടയ്ക്ക് നമ്മൾ 3-4 മാസം കൂടുമ്പോഴാണ് ഇവിടെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ സമയം കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് വില കൊടുത്തും എത്ര ദൂരത്തു നിന്നാണേലും വാന്നേ ഇവിടെ തലേദിവസം വന്ന് താമസിക്കാം. ഇനി വൈകുന്നേരം പോകാൻ പറ്റില്ല, പിറ്റേ ദിവസം പോയാൽ മതി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരിക, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയുള്ള, നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഗൗരവത്തോടു കൂടി എടുക്കണം. ഇന്നലെ ഈ രാവിലെ ഒരു മോനെയും കൊണ്ട് അമ്മ പ്രാർത്ഥിക്കാൻ വന്നു. അപ്പൊ ഇവന് തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കണം. അപ്പൊ ആരാധന നടക്കണ്ട. കടഞ്ചാമാല ഞാനൊന്ന് ജസ്റ്റ് വെള്ളം കുടിക്കാൻ പോയപ്പോ അച്ഛനെ കാണാൻ വേണ്ടി വന്നു. അപ്പൊ അവര് ആരാധിക്കുന്ന പോയിട്ടൊന്നുമില്ല. ഞാൻ വന്നു, വൈകുന്നേരം വരാനും പറഞ്ഞു. ഈ മകൻ വിദേശത്ത് പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോ ആകപ്പാടെ ഡിപ്രഷനായിട്ട് പഠനം മുടങ്ങി, ആകപ്പാടെ പ്രശ്നമായിട്ട് വന്നേക്കാണ്. അതാണ്ടൊക്കെ പേര് പറഞ്ഞു സൈക്കോളജിക്കലായിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ കുമ്പസാരിച്ച് എത്ര നാളായി? 5-6 മാസമായി കുമ്പസാരിച്ചിട്ട്. നീ വന്നിട്ട് എത്ര നാളായി? നാട്ടിൽ വന്നിട്ട്. അവിടെ എന്റെ സൗകര്യമില്ലാതെ ഇംഗ്ലീഷ് കുർബാനൊക്കെ പറയുന്നുണ്ട്. നാട്ടിൽ വേണ്ട എത്ര നാളായി? 1 മാസമായി. ഈ ധ്യാനം കൂടാൻ പോയോ? ഇല്ല. കുമ്പസാരിച്ചോ? ഇല്ല. കുർബാന സ്വീകരിച്ചോ? ഇല്ല. പിന്നെ അപ്പനും അമ്മയൊക്കെ ഉണ്ട്. ഞാൻ ഈ കൊച്ചിന് ദൈവത്തെ കൊടുക്കാതെ നിങ്ങൾ എന്ത് കൊടുത്തിട്ട് കാര്യം? അതുകൊണ്ട് ദൈവത്തെ കിട്ടുന്ന കാര്യമാണ് വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യ സന്നിധി, ജപമാല പ്രാർത്ഥന, ഒരുമിച്ചുള്ള ഈ ഒരു പ്രാർത്ഥനയൊക്കെ. അതിന് പ്രാധാന്യം കൂടെ. ഞാൻ അവസാനം പറഞ്ഞു, മോനെ ഈ പണി പോയിട്ട് വൈകുന്നേരം വാ, ഇവിടെ വന്ന് ആരാധനയ്ക്കിരുന്ന് ഒരുങ്ങി കുമ്പസാരിപ്പിക്കാം. നാളെ എന്നിട്ട് കുർബാനയൊക്കെ സ്വീകരിച്ച് അമ്പരാന മോനായി. ഞാൻ അവനെ പിന്നെ കണ്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞു, നമ്മുടെ മക്കൾക്ക് ഈശോയ്ക്കോടുള്ള ബന്ധമില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഒരു പയ്യനും കൊണ്ട് വന്നു, അപ്പനും അമ്മയും കൂടി. ഞാൻ ഈ പയ്യന് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ സ്കൂളിൽ പൊക്കില്ല. അത് പ്രശ്നമാണ്. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ എന്തോ ചുറ്റിക്കെട്ടി കിടക്കുന്നുണ്ട്. അപ്പനോട് ചോദിച്ചു, കുമ്പസാരിച്ച് എത്ര നാളായി? കുറെ നാളായി കുമ്പസാരിച്ചിട്ട്. കുർബാന സ്വീകരണമില്ല. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ എപ്പോഴും പറയില്ലേ, ഈശോയെ തന്നെ തരാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധ കുർബാനയിലൂടെ തന്റെ തിരുശരീരവും തിരുരക്തവും നൽകിക്കൊണ്ട് ഈശോ തന്നെ നൽകിക്കൊണ്ട് നമ്മുടെ കൂടെ വസിക്കുമ്പോ ആ ദിവ്യകാരന്റെ മുമ്പില്, ആ വിശുദ്ധ കൂദാശയില്, ആ വിശുദ്ധ കുർബാനയില് ഈശോയെ അതുപോലെ സ്വീകരിച്ച് സ്വന്തമാക്കി ഈശോയാൽ നിറയപ്പെടാൻ ഒരപ്പനും അമ്മയ്ക്കും കഴിയണം. മാത്രമല്ല, ഈ നിറയപ്പെട്ട ഈശോയെ മക്കളിലേക്ക് കൈമാറ്റി കൊടുക്കുന്ന ആ ജീവൻ, ഈശോയുടെ സാന്നിധ്യത്തിന്റെ, ഈശോ തന്നെയാകുന്ന ജീവൻ മക്കളിലേക്ക് കൈമാറി കൊടുക്കാൻ അപ്പനും അമ്മയ്ക്കും പറ്റണം. അതിന് അപ്പന് ഈശോ ബന്ധം വേണം, അമ്മയ്ക്ക് ഈശോ ബന്ധം വേണം. ഇത് ഞാൻ പറയാൻ പോണ വലിയൊരു വിഷയമാണ്. മക്കൾക്ക് വേണ്ടി അപ്പനും അമ്മയും വിശുദ്ധീകരിച്ച്, കൂദാശ സ്വീകരിച്ച്, യേശുവിനെ സ്വീകരിച്ച്, യേശുവിനെ മക്കളിലേക്ക് പകർന്നു കൊടുക്കുന്ന, ഈശോയുടെ ജീവൻ നിറയപ്പെട്ട് മക്കളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരപ്പനും അമ്മയുമായിട്ട് മാറണം നമ്മുടെ അപ്പനും അമ്മയും. അങ്ങനെ ഉണ്ടെങ്കിലോ ഇന്നലെ ഇവിടെ മാതാപിതാക്കൾ നിറഞ്ഞേനെ. എനിക്ക് ഭയങ്കര സങ്കട. ഞാൻ പറഞ്ഞില്ല, ഈ 2026
കൃപാ ജീവിതത്തിന്റെയും ദൈവൈക്യ ജീവിതത്തിന്റെയും അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ, മക്കളെ പണിയണമെന്ന് പറഞ്ഞിട്ട് പഠനത്തെ, ജോലിയെ, ബിസിനസിനെ, പൗരോഹിത്യത്തെ, ശുശ്രൂഷകളെ ഈ കൃപാ ജീവിതത്തിലും ദൈവൈക്യ ജീവിതത്തിലും വളർത്തണമെന്ന് പറഞ്ഞിട്ട് അതിന് നമ്മൾ ഇതുവരെയും പ്രാധാന്യം കൊടുത്തിട്ടില്ല. അത് ഭയങ്കര ഒരു ദുരന്തമാണ്. അതുകൊണ്ട് ശാസിച്ച് പറയല്ല, സത്യമായ കാര്യം വേദനയോടെ പറയാണ്. കർത്താവിന്റെ കൃപ ലഭിക്കുന്ന ദിവ്യകാരുണ്യ സാന്നിധ്യം, കൃപ നിറഞ്ഞ പരിശുദ്ധി അമ്മ, കർത്താവ് കൂടെയുള്ള അമ്മയുടെ സാന്നിധ്യം, അമ്മയോട് ചേർന്നുള്ള ജപമാല പ്രാർത്ഥന ചെറുനില പറഞ്ഞു. അതിന് വില കൊടുത്തവർ വളരെ ചുരുക്കം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി വിശുദ്ധീകരിക്കപ്പെടണം. അവർ ഈശോയാൽ നിറയപ്പെടണം. ഈശോയെ മക്കളിലേക്ക് പകർന്നു കൊടുക്കുന്ന ജീവന്റെ സമൃദ്ധി തന്നെയായ ഈശോയുടെ ആ നിറവിൽ നിന്ന്, ഈശോയിൽ നിന്ന് ജീവൻ മക്കളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരപ്പനാകണം, ഒരമ്മയാകണം, ഒരു കുടുംബമാകണം. അതിനുള്ള വഴികളാണ് ഇതൊക്കെ. അതുകൊണ്ട് വലിയൊരു പ്രാർത്ഥനയോടുകൂടി ഇന്ന് നിങ്ങൾ പരിശോധിക്കാം. അപ്പനും അമ്മയും വിശുദ്ധീകരിച്ച് ഈശോയെ സ്വീകരിച്ച് തങ്ങളുടെ മക്കളിലേക്ക് ഈശോയുടെ ജീവൻ കൊടുക്കുന്ന, ഈശോയെ പകർന്നു കൊടുക്കുന്ന ഒരു അഭിഷേകം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടോ ഇല്ലയോ? ഉണ്ടാകണം. അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. അച്ഛൻ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങളുടെ മക്കളിലും കുടുംബത്തിലും യഥാർത്ഥമായൊരു മാനസാന്തരം. ഞാൻ പറയും, ഒരു കൊച്ചൊരു പ്രശ്നമുണ്ടോ, അതിന് ആദ്യത്തെ ദൈവവിളി അപ്പനും അമ്മയും തങ്ങളെ തന്നെ പരിശോധിച്ച് വിശുദ്ധീകരിച്ച് ഉദാശ ജീവിതത്തിലൂടെ യേശുവിനെ സ്വീകരിക്കാനുള്ള ഒരു ദൈവത്തിന്റെ വിളിയാണെന്ന് ഞാൻ പറയും. അതുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത്ര പെട്ടെന്നൊന്നും മക്കളെ ഒന്നും പിടിക്കുന്നില്ല. ഒരു മകനും മകളും വഴി പഴച്ചൊന്നും പോയില്ല. അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ദൈവിക ജീവൻ, യേശുവിന്റെ ശക്തിയും ജീവനും കൃപയും മക്കളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു അഭിഷേകം ഒരു അപ്പനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾ, നിങ്ങളുടെ മക്കൾ വഴി പഴച്ചൊന്നും പോയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. വീണ്ടും എന്തെങ്കിലുമൊക്കെ അച്ഛൻ വിളിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതുപോലെ നിങ്ങൾ അതിനെ അവമതിച്ച് വില കുറച്ച് കാണരുത്. വരണം. എന്ത് വില കൊടുത്തും എത്ര ദൂരത്തും പോരെ, ഡൽഹിന്നോ ബോംബെന്നോ ബാംഗ്ലൂരിന്നോ കേരളത്തിൽ ഏത് ഭാഗത്തുനിന്നോ പോരേന്ന് തലേദിവസം വന്ന് താമസിക്കുക. ഇവിടെ ഒരു പകൽ മുഴുവൻ അങ്ങോട്ട് ജവമാലായിരിക്കുക. പിറ്റേ ദിവസം പോയാൽ മതി. ഇന്ന് അത്യാവശ്യത്തിന് കഞ്ഞിയും വെള്ളമൊക്കെ ഞാൻ തന്നോളാം. അതിന് പ്രിയപ്പെട്ടവരെ വിലമതിക്കുക കേട്ടോ. സങ്കടമുണ്ട് അച്ഛന്, എനിക്ക് നടുവ് പാടില്ല. ഇന്ന് മുഴുവൻ നിന്നും ഈശോ എന്ന് വിളിച്ചുകൊണ്ടുള്ള ജപമാല പ്രദർശനമൊക്കെ നടത്തിയും ഇത്തിരി നടുവേദന കൂടിയിട്ടുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും നമുക്കൊരു വിഷയമല്ല. പക്ഷെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളത് വിലമതിക്കണം കേട്ടോ. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ മക്കൾ തോറ്റ് നശിച്ചു പോകാൻ ഇടയാകരുത്. അത് കാണാനുള്ള വിഷമം കൊണ്ടാ പറയാ. നമ്മൾ ഒരുമിച്ച് ചെയ്യ്, കർത്താവിന് കൂടെ നിർത്ത്. കർത്താവിന്റെ കൃപയും ജീവനും നമ്മിലൂടെ മക്കളിലേക്ക് ഒഴുക്ക്. കരം വിരിച്ച് പ്രാർത്ഥിക്കുകയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രാർത്ഥനയുടെ ആൾക്കാരൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുക. അത് ഭയങ്കര വേദന എനിക്ക്. ഇപ്പൊ ആളുകൾ കുറഞ്ഞോണ്ട് ഇപ്പൊ പെരുന്നാള്, നോമ്പ് വരാൻ പോണ്ട്, കല്യാണം, ആഘോഷിക്കാൻ നടന്നോ, വെടിക്കെട്ടും പെരുന്നാളും എന്തൊക്കെ ഒരു മാരി കൃപയില്ലാത്ത പരിപാടികളും, എന്താ പറയുക, നാടകവും ഫ്യൂഷനും, ഒത്തിരിയേറെ ഗാനമേളയും തുള്ളിച്ചാട്ടവും ചണ്ടമേളവും, എന്താ പറയാ ആസുരവാദ്യങ്ങളും, പിന്നെന്താ പറയാ മറ്റു പല ഇതൊക്കെ കൊണ്ട് ആഘോഷിച്ചോ. ദൈവകൃപയില്ലാത്ത പരിപാടികൾ കൊണ്ട് ഒരു തിരുനാൾ ആഘോഷിച്ചിട്ടൊരു കാര്യം. ഇന്നത്തെ തിരുനാളുകളൊക്കെ അങ്ങനെയാണ്, ദൈവകൃപയില്ലാത്ത ആഘോഷങ്ങൾ. പ്രിയപ്പെട്ട അതിന് പിന്നാലെ എന്ന് തോന്നുന്നു എല്ലാ മനുഷ്യരൊക്കെ. അതുകൊണ്ട് വളരെയേറെ കുറച്ച് പേരാണ് ഇപ്പൊ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. അച്ഛൻ നോക്കുന്നുണ്ട്, വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുക. എന്തായാലും നമ്മൾ ചെയ്യാനുള്ള ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്തൊന്നും മുടക്കരുത്. നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. പങ്കെടുക്കുന്നവർ കാണട്ടെ, പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. പക്ഷേ നമ്മുടെ സുവിശേഷ വേല, നമ്മെ ഏൽപ്പിച്ച ദൗത്യം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും, നമ്മുടെ മക്കളെ അനുഗ്രഹിക്കും, നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ശുശ്രൂഷ അനേക മക്കൾക്ക് നിങ്ങൾ പകർന്നു കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അനേക മക്കളോട് പരിചയപ്പെടുത്തി കൊടുക്കണം. മക്കൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ ബലവും കരുത്തും കർത്താവിൽ നിന്ന് നമുക്ക് സ്വന്തമാക്കിയെടുക്കാൻ സാധിക്കണം. പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ ദിവ്യാനുസന്നതിയിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി അപ്പനും അമ്മയും വിശുദ്ധീകരിക്കപ്പെടാൻ ആഗ്രഹിച്ച് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് ജീവൻ നൽകുവാൻ വേണ്ടി
ഞങ്ങളിൽ വസിക്കാൻ വേണ്ടിയാണല്ലോ അങ്ങ് ദിവ്യകാരുണ്യമായിട്ട് മാറിയത്. കർത്താവെ, അങ്ങ് ഞങ്ങളിൽ വസിക്കുക മാത്രമല്ല, ഞങ്ങളിലൂടെ അങ്ങയുടെ ജീവൻ അനേകരിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി കൂടിയാണ് അങ്ങ് ഞങ്ങളുടെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരിക. അങ്ങയുടെ ജീവന് മക്കളിലേക്ക് പകർന്നു കൊടുക്കാൻ, ഞങ്ങളായിരിക്കുന്ന മക്കളിലേക്ക്, ഞങ്ങളുടെ ശുശ്രൂഷകളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക്, ഞങ്ങളുടെ പഠനത്തിലേക്ക്, ജോലിയിലേക്ക്, പഠനത്തിൽ എല്ലാ മേഖലകളിലേക്കും കർത്താവെ അങ്ങയുടെ ജീവൻ നിറയപ്പെടാനും നിറച്ചു കൊടുക്കാനും നിറച്ചെടുക്കാനും സാധിക്കുന്ന വലിയ അഭിഷേകമാണല്ലോ കർത്താവെ. അങ്ങയുടെ സാന്നിധ്യവും അങ്ങയെ തന്നെ ഞങ്ങൾക്ക് അതിനായിട്ട് അങ്ങാണല്ലോ അങ്ങ് നൽകുന്നത്. ഈശോയെ, ആ വലിയ സ്നേഹത്തിലേക്ക് ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്ക്, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഈശോ അങ്ങ് കടന്നു വരണമേ. ഞങ്ങളുടെ രോഗങ്ങളിലേക്ക്, ശരീരത്തിലേക്ക്, മനസ്സിലേക്ക്, പഠനത്തിലേക്ക്, എൻ്റെ പൗരോഹിത്യത്തിലേക്ക്, ഈ കാർമൽ ധ്യാന കേന്ദ്രത്തിലേക്ക് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല മക്കളിലേക്കും, ഇവിടെ കുടുംബത്തിലേക്കും, ഈ മക്കൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ഇവരുടെ മക്കളിലേക്ക്, ജീവിത മേഖലകളിലേക്ക്, ഇവിടെ ബിസിനസ്സിലേക്ക്, രോഗപീഠകളിലേക്ക് ഈശോയെ അങ്ങ് കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ സജീവ സാന്നിധ്യം ഞങ്ങളിൽ നിറയട്ടെ, ഞങ്ങളുടെ മക്കളിൽ നിറയട്ടെ, ഞങ്ങളുടെ കുടുംബത്തിൽ നിറയട്ടെ, ഞങ്ങളുടെ ജീവിത മേഖലയിൽ നിറയട്ടെ, പഠനത്തില്, ജോലിയില്, ഇന്റർവ്യൂസില്, പഠന മേഖല എല്ലാം നിറയട്ടെ കർത്താവേ. കർത്താവ്, മക്കൾ തടസ്സപ്പെടുന്ന പൈശാചിക സ്വാധീനങ്ങള്, ചില തെറ്റായ തീരുമാനങ്ങള്, തെറ്റായ സ്നേഹബന്ധങ്ങള്, ലഹരിയുടെ അടിമത്തങ്ങള്, ഒത്തിരി മൊബൈലിലെ അടിമത്തങ്ങള്, ചില കെണികള്, എല്ലാത്തിലും അങ്ങയുടെ സാന്നിധ്യത്തിന് ശക്തി പ്രകടമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ, വലിയ സ്വാതന്ത്ര്യം അങ്ങയുടെ സാന്നിധ്യത്തിലും അങ്ങയുടെ ദൈവിക ജീവന്റെ സമൃദ്ധിയിലും ഞങ്ങളുടെ മക്കളിൽ സംഭവിക്കുമാറാകട്ടെ, ഞങ്ങളിലും സംഭവിക്കുമാറാകട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സംഭവിക്കുമാറാകട്ടെ, സകല മക്കളിലും സംഭവിക്കുമാറാകട്ടെ. അതിനായി വിശുദ്ധ കുർബാനയിൽ നിന്ന്, ദിവ്യകാരുണ്യത്തിൽ നിന്ന് അങ്ങയുടെ ജീവന സമൃദ്ധി ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, മക്കളിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ, അങ്ങയുടെ മക്കൾ ഒരുമിച്ച് അങ്ങയുടെ ആശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. മക്കളെ, കർത്താവിന്റെ സാന്നിധ്യം നിറയാൻ, കർത്താവിന് ജീവൻ നിറയാൻ, കർത്താവിന് ശക്തി നിറഞ്ഞ് നമ്മിൽ പ്രകടമാകാൻ നമ്മെ, നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന്റെ ആശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും അവസ്ഥകളും നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ മക്കളെയും കർത്താവിലേക്ക് നമുക്ക് ഈ സമയം സമർപ്പിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി, സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. സ്വയേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക് അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയം നൽകി, അങ്ങേക്ക് വേണ്ടി ആർത്തിയോടെ പരിശ്രമിക്കുന്ന ഒരു ജീവിതം നൽകി, ആഗ്രഹം നൽകി, മനസ്സ് നൽകി, ഇഷ്ടം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അറിയുന്നു കർത്താവെ, അങ്ങേ കിട്ടിയാൽ ഞങ്ങൾക്കെല്ലാമായി, ഞങ്ങളുടെ മക്കൾക്കെല്ലാമായി, ഞങ്ങളുടെ കുടുംബത്തിനെല്ലാമായി. അതാണല്ലോ അങ്ങയുടെ ദിവ്യകാരുണ്യം. അങ്ങേ ഞങ്ങൾ സ്വീകരിക്കട്ടെ, അങ്ങേ സ്വന്തമാക്കട്ടെ, അങ്ങയിൽ ഞങ്ങൾ ജീവിക്കട്ടെ, അങ്ങയിൽ ഞങ്ങൾ വളരട്ടെ, അങ്ങയിൽ നിന്ന് ഞങ്ങൾ ഫലങ്ങൾ പുറപ്പെടുവിക്കട്ടെ. ആമേൻ.